പേനയ്ക്ക് വേണ്ടുന്ന പേപ്പർ, ഇത് റീഫില്ലർ. പിന്നെ നമുക്ക് വേണ്ടുന്നത് ഇതുപോലത്തെ ഒരു ഗമ്മാണ്. പിന്നെ ഈ ഒരു ബ്രഷും കൂടെ വേണം. പിന്നെ നമുക്കൊരു പേന ചെയ്ത് നോക്കാം. ഈ ഒരു പേപ്പർ എടുത്തിട്ട് ഈ പേപ്പറിൽ നമ്മൾ ഫസ്റ്റ് ഗമ്മ് അപ്ലൈ ചെയ്യുക. പേപ്പർ നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് വിത്ത് ഇടുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ വിത്ത് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട്, വിത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കുറച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചെറുതായിട്ട് കട്ട് ചെയ്താൽ മതി. കട്ട് ചെയ്യുക. അതിന് ശേഷം നമ്മുടെ റീഫില്ലർ എടുക്കുക. റീഫില്ലർ എടുത്തതിന് ശേഷം ഇതിൽ നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. നന്നായിട്ട് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഫ്രണ്ട് നന്നായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നന്നായിട്ട് നല്ല ടൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇതുപോലെ ചുരുട്ടി കൊടുക്കണം. എങ്കിൽ മാത്രമേ പേന നന്നായിട്ട് ടൈറ്റ് ആകത്തുള്ളൂ. അതിന് ശേഷം ഇതിന് നമുക്ക് വീണ്ടും ഗം അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഇത് വീണ്ടും ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെയാണ് നമുക്ക് പേന വരുന്നത്. ഇനി ഇതിൽ നമുക്ക് എവിടെയാണ്, ഇതിൻ്റെ ബാക്കിലാണ് നമ്മൾ സീഡ് ഇടുന്നത്. അതടുത്ത ഇതിൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ കുറച്ച് പേന ഉണ്ടാക്കി വെക്കുന്നതേ ഉള്ളൂ. പേന ഇത് ഇന്നിപ്പോൾ ചെയ്തതാണ്. അപ്പോഴാണ് എനിക്ക് തോന്നിയതൊന്ന് ജസ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് ഓർത്തിട്ട് ഇങ്ങനെ ചെയ്തതാണ്. പേന കുറച്ച് ചെയ്തതുണ്ട്, പേന അല്ലാതെ ചെയ്തതുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ചധികം ഓർഡർ കിട്ടിയ സമയത്ത് പിന്നെ ഞാൻ ചെയ്തതാണ്. അപ്പോൾ കുറച്ച് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെയ്യണം, കുറച്ചധികം ചെയ്ത് വെക്കാനാണ്. ഈ പേന ചെയ്യാൻ അത്യാവശ്യം നമുക്ക് വേണ്ടുന്ന മെയിൻ കാര്യം എന്ന് പറയുന്നത് ക്ഷമയാണ്. ക്ഷമയുണ്ടെങ്കിൽ മാത്രം നമുക്കിത് ചെയ്യാൻ പറ്റും. കാരണം ഈ പേനയുടെ ഫ്രണ്ടിൽ നമുക്ക് ഈ ഒരു രീതിയിൽ എത്തിക്കണം.